വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു സ്ട്രോബെറി പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സ്ട്രോബെറി, 2 മുട്ട, ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയുണ്ട്, അതിനാണ് 2 മുട്ട എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് മൈദയുണ്ട്. പിന്നെ ഉപ്പ് വരുന്നുള്ളു. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. സ്ട്രോബെറി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ച് നമുക്ക് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ ഉണ്ട്. അരച്ച് വെച്ച് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലിലാണ് അരച്ചെടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇപ്പോൾ തന്നെ നിങ്ങളടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പശു നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പശു നെയ്യ്. അത് നന്നായി ചേർത്തെടുത്താൽ മതി. പിന്നെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി കട്ട ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കട്ടണ്ട് തോന്നുന്നെങ്കിൽ മാത്രം. കണ്ടോ, ചിലപ്പോൾ കട്ട ഉണ്ടാവാൻ സാധ്യത. ചില മൈദ കട്ട ഉണ്ടാവും, ചിലത് കട്ട ഉണ്ടാവും. ഓരോ മൈദ പോലെ ഇരിക്കും. കണ്ടോ, വലിയ കട്ടൊന്നുമില്ല. 6 സ്ട്രോബെറിയാണ് ഞാൻ കുക്ക് ചെയ്ത്. കണ്ടോ, നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടായി വന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ വേറെ എന്നിട്ട് നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. ഒരു വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ ആയി വരും. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇതിലൊരു പാൻ കേക്ക് ഉണ്ട്, ഞാൻ ബനാന വെച്ചിട്ടുണ്ടാക്കിയത്. അതും ഇതേമായി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പംകിൻ്റെ ഉണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. ഇതൊന്ന് വേവട്ടെ, ഇത് നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. വലിയ കടായി ആണെങ്കിൽ സുഖം, 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് പിന്നെ ചെറുതായതുകൊണ്ട് ഓരോന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മൂടി കൊടുത്താൽ മതി, വേവട്ടെ. നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം.
ഇതുപോലെ 2-3-4 കൂടി ചുട്ടെടുക്കാനുണ്ട്. ഇതുപോലെ ചുട്ടെടുക്കാം. അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ? എന്തെങ്കിലും സിറപ്പ് ഒഴിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. കണ്ടോ? ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചു നോക്കിയാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.